വെൽക്കം ടു ചാനൽ 𝙑𝙗𝙙𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ക്ലീനറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിളും നമ്മൾ വാങ്ങുന്നത് എത്ര എന്താ പറയുക ഹാംഫുള്ളാണ് നമ്മുടെ ബോഡിക്ക് എന്ന് വെച്ചാൽ ഫുൾ പെസ്റ്റിസൈഡും ഫുള്ള് നമ്മുടെ വിഷവും സംഭവങ്ങളൊക്കെയാണ്. പോരാത്തതിന് നമ്മുടെ ഉണ്ടാക്കുമ്പോൾ വിഷം, അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് മുമ്പ് ഫുൾ വിഷം അടിച്ച് വയ്ക്കൽ. അപ്പം മെയിൻലി നമുക്കറിയാം നമ്മുടെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിളും നമ്മുടെ പുറത്തായിരിക്കും അധികം വിഷം ഉണ്ടാകുന്നത്. വെച്ചാൽ ഈ സംഭവം കേടാവാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ഫുള്ളി നമ്മുടെ ഈ സംഭവം ഇതിൻ്റെ ടോപ്പ് കവറിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പിളായാലും അങ്ങനെ മെയിൻലി ഫ്രൂട്ട്സ് നമ്മുടെ നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം പ്രൈസ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആപ്പിളായാലും ആപ്പിൾ മാത്രം നമ്മുടെ മാംഗോ എല്ലാത്തിനും സംഭവം ഈ കാർബൈഡും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ലെയറിലാണ് അധികം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നിങ്ങൾക്കിപ്പോൾ കുറേ അറിയില്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾ വാഷ്, ഫ്രൂട്ട്സ് വാഷ് ആയിട്ട് കുറേ സംഭവങ്ങൾ ഇറങ്ങുന്നില്ല. അതിൽ കുറേ എണ്ണം വെറുതെ കെമിക്കാണ് എന്ന് വെച്ചാൽ ജസ്റ്റ് വിനീഗർ ആൻഡ് സോൾട്ടാണ് സംഭവം. പിന്നെ കുറേ കെമിക്കൽസുമാണ്. അത് നമുക്ക് എക്സ്ട്രാ ഹാംഫുള്ളാണ്. അപ്പോൾ മറ്റേ വിനീഗറിനും സോൾട്ടിനൊക്കെ ഒരു പരിധി വരെയൊക്കെ ചെറിയൊരു കോട്ടിങ്ങൊക്കെ കളയാൻ പറ്റുന്നെങ്കിലും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ശരിക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് സെല്ലോൻ്റെ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ക്ലീനറാണ്. നിങ്ങൾക്ക് ഈ ബോഡി നമ്മുടെ ബോക്സ് ശരിക്കും കാണാം. അത്യാവശ്യം 1 year വാറണ്ടി ഒക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാം. സെല്ലോയുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് അറിയാനായിരിക്കും. എന്തായാലും ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ISO 9000 കമ്പനിയുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ ഇവരുടെ നമുക്കൊരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ അല്ല. ഇതിൽ നമുക്ക് നമ്മുടെ മീറ്റ്സ്, അതേപോലെ ഫിഷ്, അതേപോലെ നമുക്ക് കട്ട്ലറി വേണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഫുൾ ഓസോൺ ടെക്നോളജി വെച്ചുള്ള ഒരു ക്ലീനിങ് പർപ്പസാണ്. ശരിക്കും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഓസോൺ ഗ്യാസ് വെച്ചിട്ടുള്ള ഒരു ക്ലീനിങ് പർപ്പസ് മെത്തേഡാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സെല്ലോയുടെ ഒരു അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ക്ലീനറാണ്. ഇത് നമുക്ക് വേറെ ഫാബറിൻ്റെ അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊന്നും റേറ്റിംഗ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ആമസോൺ തന്നെ നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ 4.3, 4.4 അങ്ങനത്തെ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഈ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വാങ്ങാൻ കാരണം. പിന്നെ സാനിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലിട്ട് നമുക്ക് അത്യാവശ്യം ഒരു 15 minutes ഓട്ടോമാറ്റിക് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും പുതിയ ചാനൽ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ കുറേ പേരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഫുൾ ഫോളോ ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ 8 വാട്ടിൻ്റെ ആകെ 8 വാട്ട് നമുക്ക് ഇത് കൺസ്യൂം ചെയ്യുള്ളൂ. പിന്നെ ഇത് 10 ലിറ്ററിൻ്റെ ഒരു ബോക്സാണ്. 1 year വാറണ്ടിയൊക്കെ വരുന്നൊരു ബോക്സാണ്. 2400 റേഞ്ചിൽ നമുക്ക് ഒരു പ്രൈസിന് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ശരിക്കും MRP വരുന്നൊരു 5500 ഒക്കെ ആ റേഞ്ചിൽ വരും. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഇടും. ആമസോണിൽ ലിങ്ക് കിട്ടും. പിന്നെ 1 year വാറണ്ടിയൊക്കെ വരുന്നതാണ്. ഇപ്പോൾ പക്ഷേ ആമസോൺ ഡെലിവറി കുറച്ച് പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. എന്തായാലും നോക്കി നോക്കുക, ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് അതിന് മുമ്പ് കിട്ടിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. റിമൂവ് വാരിയസ് റെസിഡ്യൂവൽ പെസ്റ്റിസൈഡ്, ഡീഗ്രഡേഷൻ ഓഫ് ഹോർമോൺസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മുടെ ഈ മീറ്റിലൊക്കെ ഹോർമോൺസ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഈ ചിക്കനിലും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ കളയാനത് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ പിന്നെ ഹെവി മെറ്റൽസ് കളയാൻ ഉപയോഗിക്കാം. ബാക്ടീരിയൽ കൺട്രോൾ എന്ന് വെച്ചാൽ ഇത് ഓസോൺ ഡിസിൻഫെക്ഷൻ ടെക്നോളജിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഓസോൺ ഡിസിൻഫെക്ഷൻ ആദ്യമായിട്ടല്ല കാണുന്നത്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഈ ഓസോൺ ഡിസിൻഫെക്ഷൻ ടെക്നോളജി ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കെൻഡിൻ്റെ ഒരു കാർ എയർ പ്യൂരിഫയർ, ചെറിയൊരു എയർ പ്യൂരിഫയർ ഈ ഓസോൺ ടെക്നോളജി വെച്ചിട്ടുള്ളത് നമ്മൾ ചാനലിൽ അൺബോക്സ് ചെയ്യുന്നു. അപ്പോൾ അത് കാണാത്തവർ നമ്മുടെ വീഡിയോയിൽ മുകളിൽ കാണാണ്ട, അതിൻ്റെ ലിങ്ക് പോയി കണ്ടു നോക്കുക. ചെറിയൊരു സംഭവമാണ്. നമ്മൾ കാറിൽ വെറുതെ അതിന് വെക്കുന്നുണ്ട്, പെർഫ്യൂം വെക്കണ പോലെ. അതിൽ ഓസോൺ ഗ്യാസ് കൂടെ ചെയ്യുക. ശരിക്കും ഒരു സ്മെല്ല് വേറെ ഉണ്ടായിരിക്കും. ഇതിനും നമുക്ക് വാട്ടറിൽ വെക്കണ കാരണം അങ്ങനെ സ്മെല്ല് പുറത്തേക്ക് വരില്ല. പക്ഷേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 15 minutes ആണ് നമ്മൾ വെജിറ്റബിൾസും കാര്യത്തിനൊക്കെ പറയുന്നത്. മീറ്റിനൊക്കെ ഒരു 20-25 ആണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ മാനുവലിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും പറയുന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ക്ലീൻ വാട്ടറിൽ വാഷ് ചെയ്യുക, ഡയറക്റ്റ് നമുക്ക് കഴിക്കാം. പിന്നെ എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് ഒരു നമ്മുടെ ഈ ഒരു പെസ്റ്റിസൈഡ് നമ്മളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം പോയി കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ വെറുതെ കഴുകണാട്ടും അതല്ല നമ്മൾ വിനീഗറും സോൾട്ട് ഇട്ട് കഴുകണാട്ടും ഒരു 50% എന്തായാലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു വലിയ റേറ്റ് എന്ന് പറയാനുള്ള റേറ്റ് ഇല്ല. 2000-2500 റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുഡ് മെയിൻ ഇമ്പോർട്ടൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഹാംഫുൾനെസ് കുറച്ചൊക്കെ കളയാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നല്ലതുകൊണ്ടാണ് ഞാൻ തന്നെ വാങ്ങാറുണ്ട്. അത് ശരിക്കും വാങ്ങിയതാണ്, പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ വാങ്ങിയതാണ് ആമസോണിൽ. പിന്നെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, സീ ഫുഡ്, ഡിഷ് വാഷറൊക്കെ ഇട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ കട്ട്ലറി സംഭവങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഇതിലിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാം. പിന്നെ മിൽക്ക് ബോട്ടിൽസ്, നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ എന്താ പറയുക, സർട്ടിഫിക്കേഷനൊക്കെയുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സെല്ലോൻ്റെ ബ്രാൻഡ് ആകുമ്പോൾ ലോക്കൽ ചൈനീസ് സംഭവങ്ങളൊന്നുമല്ല. മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ രണ്ടെല്ലാം ഇന്ത്യൻ തന്നെയാണ്. അപ്പോൾ മെയ്ഡ് ഇന്ത്യൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അൺബോക്സിങ്ങിലേക്കും ബോക്സ് പരിചയപ്പെടലും നമുക്ക്
നമുക്ക് എന്തായാലും നമുക്കിതിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ട് നോക്കണം. നോക്കാൻ നമുക്ക് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പിടിക്കുമോ. അപ്പോൾ നമ്മുടെ സെല്ലോൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ബോക്സാണിത്. നമുക്ക് ജസ്റ്റ് ഫുള്ളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ സെല്ലോയുടെ ബ്രാൻഡിങ് ഉണ്ട്, 1 year വാറണ്ടിന്ന് കൊടുത്തിട്ടുണ്ട്, ഹെൽത്തി ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, കിച്ചണറ്റെ കളക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ക്ലീനർ. അതുപോലെ ഇപ്പോൾ ഇതാണ് സംഭവം പടം കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ 8 വാട്ടിൻ്റെ ആണിത്. 10 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള സംഭവമാണിത്. പിന്നെ ഇത് റിമൂവ് വാരിയസ് റെസിഡ്യൂവൽ പെസ്റ്റിസൈഡ്സ് കൊടുത്തിട്ടുണ്ട്, ഡീഗ്രഡേഷൻ ഓഫ് ഹോർമോൺസ് കൊടുത്തിട്ടുണ്ട്, റിമൂവ്സ് ഹെവി മെറ്റൽ, അതുപോലെ ബാക്ടീരിയ കൺട്രോൾ, ഓസോൺ ഡിസിൻഫെക്ഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കീപ്സ് ഫുഡ് ഫ്രഷ് ഫോർ ലോങ്ങർ ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് മാറ്റാം. ഈ സൈഡിലാകുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ മീറ്റ്സ് ഉപയോഗിക്കാം, സീ ഫുഡ്, ഡിഷ് വാഷർ, മിൽക്ക് ബോട്ടിൽസ്, ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ ഐഡിയൽ ഫോർ 6-in-1 ആണ്. അതുപോലെ നമ്മുടെ ഇവിടെ പ്രോഡക്റ്റ് നെയിം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ക്ലീനർ, മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റീറ്റെയിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 54,999 ആണ്. പക്ഷേ ഞാനത് വാങ്ങിയത് ആക്ച്വലി ഒരു 2499 ആണ്. നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൻ്റെ നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. പിന്നെ ഇവിടെ കസ്റ്റമർ കെയർ വെബ്സൈറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സൈഡും കൂടി നോക്കാം. ഈ സൈഡിൽ സെയിം തന്നെയാണ് നേരത്തെ കാണിച്ചത് തന്നെ. നമുക്ക് ഈ സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഒരു സ്പെസിഫിക്കേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 10 ലിറ്റർ കപ്പാസിറ്റി, ലിഡ്, വെജിറ്റബിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾ മീറ്റ്, ഡിഷ് വാഷർ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 15 minutes ആണ് നമ്മളിത് ടൈമായിട്ട് ഇടുന്നത്. ഡിഷ് വാഷർ ആണെങ്കിൽ 18 minutes. ഓസോൺ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 400 mg/h ആണ്. അതുപോലെ 1 click എഫിഷ്യൻറ്റ് റിമൂവൽ ഓഫ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ വെജിറ്റബിൾസ്, അതുപോലെ 1 click റിമൂവൽ ഓഫ് പ്രിസർവേറ്റീവ് പാരഫിനൊക്കെ നമ്മുടെ ഈ മിൽക്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുമെന്ന് പറയുന്നവർ. പിന്നെ 1 click റിമൂവൽ ഓഫ് പ്രിസർവേറ്റീവ് റീഓപ്പണർ, അത് നമ്മുടെ ഫ്രൂട്ട്സിലൊക്കെ. പിന്നെ ഡിഷ് വാഷർ ആണെങ്കിൽ ഡിഷ് വാഷർ ബാക്ടീരിയ റിമൂവ് ചെയ്യാനുള്ള എഫിഷ്യൻ്റ് സംഭവമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ അൺബോക്സിൻ്റെ നൈഫ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൽ നമുക്ക് കത്തരിയും വരുന്നുണ്ട് കേട്ടോ, അതിനോട് കൊണ്ടുണ്ട്. ഞാനിപ്പോൾ റീസെൻ്റ്ലി നോട്ട് ചെയ്തത് കത്തരയുടെ കാര്യം. നമുക്കിപ്പോൾ എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ ഫുള്ള് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ അതിന് കറക്റ്റ് കൊള്ളില്ല. നമ്മൾ ബോക്സിലത്തെ ഫുൾ കണ്ടൻറ്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഒരു ജാറ് പോലത്തെ സംഭവമാണ്. ഇവിടെ സെല്ലോയുടെ ബ്രാൻഡിങ് ഉണ്ട്, ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ആണെങ്കിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, മീറ്റ് ആണെങ്കിൽ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഡിഷ് വാഷർ ആണെങ്കിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൈമറൊക്കെ വരാനുള്ള ഒരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടാ. പിന്നെ പ്ലഗിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഔട്ട്പുട്ട് വരുന്ന പോലെ സംഭവം കൊടുത്തേക്കുന്നതാണ്. നമ്മുടെ എന്താ പറയുക, വാട്ടറൊക്കെ ഔട്ട്പുട്ട് വരണമെങ്കിൽ അതുപോലെ അത് പുറത്തേക്കാക്കി ഇടണം നമ്മൾ. ശരിക്കും ഓക്സിജൻ എടുക്കാനുള്ള സംഭവമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക, കുറേ 2 ബുക്ക്ലെറ്റ്സും ഒരു വാറണ്ടി കാർഡും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അവരുടെ വാറണ്ടി കാർഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇത് വെജിറ്റബിൾ ഫ്രൂട്ട് ക്ലീനറിൻ്റെ യൂസർ മാനുവലാണ്. പിന്നെ നമുക്ക് ഫുൾ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടു, പ്ലഗ് ദ മെഷീൻ, ടേൺ ദ പവർ ഓൺ, LCD ഡിസ്പ്ലേ വിൽ ടേൺ ടു ബ്ലൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രസ് ദ ബട്ടൺ, ഓൺ ഓഫ് ബട്ടൺ വിച്ച് വിൽ ഷോ 00 minutes കാണിക്കും. പിന്നെ പ്രസ് ദ ഫംഗ്ഷൻ ബട്ടൺ ആൻഡ് പ്രസ് പ്ലസും മൈനസും കൂടി സെറ്റ് ചെയ്ത ഫംഗ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ വെയിറ്റ് ഫോർ 3 seconds ഫോർ ദ മെഷീൻ ടു വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ടൈം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് 1 to 15 minutes ആണ്. ഡിഷ് വാഷർ ആണെങ്കിൽ 1 to 18 minutes, മീറ്റ് ആണെങ്കിൽ 1 to 20 minutes അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോൾട്ടി ഡയഗ്നോസിസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതായിട്ട് ഒരു എന്താ പറയുക, വാറണ്ടി കാർഡ് നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് അതിൽ കണ്ടീഷൻ ഓഫ് അപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം എന്തായാലും നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഇട്ടൊന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് കളക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കറണ്ടിലേക്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സാണ്, മാംഗോവും ബനാനയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിൽ ഫസ്റ്റ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യണം, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്താ ചെയ്യണമെന്ന്. ഇതിൽ ഒരു ഔട്ട്പുട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഈ വാട്ടർ കളയാനുള്ള ഒരു പൈപ്പ് ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് മുമ്പ് നമ്മളിത് ഇങ്ങനെ ഇവിടെ നമ്മുടെ മുകളിലേക്ക് ആക്കിയിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഇതിൽ വയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഇതിൽ ഒഴിക്കണം. വെള്ളം അതിൻ്റെ ടോപ്പിലേക്ക് വരണം. അപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ ഫുൾ ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചുള്ളൂ. ശരിക്കും ഇത് ഇത്രയെങ്കിലും ഒഴിക്കണം എന്നാണ് പറയുന്നത്, ഫുൾ കവർ ചെയ്ത് ഒഴിക്കണം എന്നാണ്. അപ്പോൾ എന്തായാലും ഇത് ലിഡ് ഓപ്പൺ അടയ്ക്കാം, ക്ലോസ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഓൺ പ്രസ് ചെയ്യണം.
നീങ്ങിപ്പോവാം. ഇനി നമുക്ക് വേണ്ടത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. 15 മിനിറ്റ് ഓട്ടോമാറ്റിക് ഒന്ന് ഓൺ കൊടുത്ത് കൊണ്ടുപോയി നമുക്ക് സംഭവം ഓൺ ആയിക്കൊണ്ട് കാണുന്നുണ്ടോ. ഒരു ചെറിയൊരു സൗണ്ടും വരുന്നുണ്ട്. ഇത് ഓസോൺ ടെക്നോളജി ആണ്. ഇത് നമ്മുടെ അതിലത്തെ പെസ്റ്റിസൈഡും അതുപോലെ ജേംസും വൈറസസും എല്ലാം ചാവും. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമല്ല, നമ്മുടെ കട്ട്ലറീസ് ഒക്കെ ഇല്ലേ, എന്താ പറയുക, സ്പൂണ്, ഫോർക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിതിലിട്ട് ഓസോണൈസ് ചെയ്ത് നമുക്കിതിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന പോലെ സംഭവം എല്ലാത്തിലും ഇട്ടിട്ട് സ്റ്റെറിലൈസ് ചെയ്യാം. നമുക്ക് ചെറിയ പാത്രങ്ങളും അങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ചെറിയ കിഡ്സിനൊക്കെ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഇതിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. ഇത് സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. നമ്മുടെ ക്ലീൻ വാട്ടറിൽ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഡയറക്റ്റ് കഴിക്കുക. അതിൽ എന്ന് വെച്ചാൽ ഓസോൺ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അതിലൊരു ഓസോൺ പുറത്തേക്ക് വിടുമല്ലോ. അപ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടായിരിക്കും, പിന്നെ ഇതുമ്മ ഒരു സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നല്ല അത്യാവശ്യം ഒരു നല്ല ക്ലീൻ വാട്ടറിൽ വാഷ് ചെയ്യുക, അത്രേ വേണ്ടൂ. അപ്പോൾ നമുക്ക് എല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ പെസ്റ്റിസൈഡും നമുക്ക് തൊലി പുറത്തൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വേറെ നമുക്കറിയാം, നിങ്ങൾക്ക് ഈ കുറേ മാർക്കറ്റിംഗ് പരിപാടികളുണ്ടല്ലോ, നമ്മുടെ ഈ എന്താ പറയുക, കുറേ ജെല്ലുകളും എന്താ പറയുക വെജിറ്റബിൾ വാഷ് സമയത്ത് കുറേ സംഭവം ഇറക്കുന്നുണ്ടല്ലോ, ലിക്വിഡ്, കുറേ ഗിമ്മിക്കുകളാണ് സംഭവം. വെറുതെ വിനീഗർ വാട്ടറും സോൾട്ട് വാട്ടറും കലക്കി വെച്ചിട്ട് അതിന് 100-200 രൂപ വാങ്ങിക്കണം, നിങ്ങൾക്ക് കുറേ അറിയാം. അതുപോലെ കുറേ കെമിക്കൽസുമാണ്, കെമിക്കൽസുമാണ്, അത് വേറെ പരിപാടി. അപ്പോൾ അതൊക്കെ കുറേ മെത്തേഡ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്നത് ഫുള്ള് വെജിറ്റബിൾസും ഇതൊക്കെ നിറച്ച് വിഷമാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അത് വാങ്ങാൻ തന്നെ കാരണം. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ യൂസ് എന്ന് പറഞ്ഞാണ് നമുക്ക് മീറ്റ്, മിൽക്ക്, അതുപോലെ കട്ട്ലറീസ് ഒക്കെ ഇതിലേക്ക് ഉപയോഗിക്കാം നമുക്ക്. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സിനും മീറ്റ്സിനും അതുപോലെ എന്താ പറയുക ഡിഷ് വാഷറിനും അവർ ഓൾറെഡി ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റത് നമുക്കിത് എന്താ പറയുക അവരുടെ മാനുവലിൽ നമ്മൾ എങ്ങനെ ടൈം കൊടുക്കണമെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് 15 മിനിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 13 മിനിറ്റ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മളിപ്പോൾ സംഭവം ഓട്ടോ ഓഫ് ആയിട്ടുണ്ട്, ടൈമർ സെറ്റ് കഴിഞ്ഞു. അപ്പോൾ അത് ഓഫ് ആയിട്ടുണ്ട് കണ്ടു. അപ്പോൾ ഡോട്ടായിട്ട് വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുൾ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്കിത് ജസ്റ്റ് വാഷ് ചെയ്യാൻ വേണ്ടു. ഇനി നമുക്ക് ജസ്റ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാം. പിന്നെ നമുക്കിത് ഈ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കിലത്തെ പൈപ്പ് അത് ജസ്റ്റ് നമ്മുടെ ഡ്രെയിനേജിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വാഷ് ബേസിനിലേക്കോ അത് നിലത്തേക്കാക്കി ഇട്ടാൽ മതി, തന്നെ വെള്ളം പോയിക്കോളും. അതിന് വേറെ സ്പെഷ്യൽ സെറ്റിങ്സുകളൊന്നുമില്ല. അത് നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ മുകളിലേക്കാക്കി വെക്കാൻ മറക്കരുത്. എന്ന് വെച്ചാൽ അത് നമ്മൾ മുകളിലേക്കാക്കിയില്ലെങ്കിൽ വെള്ളം അപ്പം തന്നെ പുറത്തേക്ക് പോകും. അപ്പോൾ അതിനാണ് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് തിരിച്ചു വയ്ക്കാമെന്ന് പറയുന്നതല്ലാണ്ട് അതിന് വേറെ സെറ്റിങ്സുകളും വാൾവുകളും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വേറെ കാര്യങ്ങളൊന്നും നോക്കാറില്ല, സ്റ്റീസ് പരിപാടി തന്നെയാണ്. ഇതിൻ്റെ കുറേ തന്നെ ഫാബറിൻ്റെ അങ്ങനത്തെ കുറേ ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ സെല്ലോ കുറച്ചും കൂടിയും എന്താ പറയുക ഫീച്ചേഴ്സുകളും കുറച്ചും കൂടിയും അതുപോലെ എന്താ പറയുക കുറച്ചും കൂടി ട്രസ്റ്റ് വർത്തിയും അതുപോലെ വാറണ്ടിയും കൂടുതൽ വരുന്നത് സെല്ലോ ആയതുകൊണ്ടാണ് ഞാൻ സെല്ലോ പിക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ ആമസോണിലാണെങ്കിൽ നല്ല റേറ്റിംഗ് കൂടുതലും സെല്ലോ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സെല്ലോ എടുക്കാൻ കാരണം. അപ്പോൾ എന്തായാലും റിവ്യൂ കുഴപ്പമില്ല. നമുക്കിപ്പോൾ കാണാനൊന്നും പറ്റില്ല, ഇതിപ്പോൾ ജേംസ് ചത്തൊന്നും പറയാനൊന്നും പറ്റില്ല. പക്ഷേ അവരുടെ ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് ഓസോൺ ടെക്നോളജി മുമ്പ് നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ട്. കെൻഡിൻ്റെ ഒക്കെ ഒരു ഓസോൺ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കാർ എയർ പ്യൂരിഫയറിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ നമ്മുടെ കാറിൻ്റെ എയർ പ്യൂരിഫയർ നമ്മുടെ ഒരു ചെറിയ ഒരു ഓസോൺ ടെക്നോളജി വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ന്യൂ ടെക്നോളജി എന്ന് പറയാൻ പറ്റില്ല, ഓസോൺ ടെക്നോളജിന് മുമ്പും ഉണ്ട്. അപ്പോൾ ഓസോൺ എയർ വെച്ചിട്ടാണ് ഇത് ഫിൽറ്റർ. ചെറിയൊരു മണം ഉണ്ടായിരിക്കും, പക്ഷേ മച്ചയിലൊക്കെ ശരിക്കും നമുക്ക് ചെറിയൊരു മണം അറിയാൻ പറ്റിയത്. പിന്നെ ക്ലോസ്ഡ് കണ്ടെയ്നർ വാട്ടറിലായതുകൊണ്ട് തന്നെ അറിയില്ല. അപ്പോൾ എന്തായാലും സംഭവം ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തിട്ട് കഴിക്കാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ വീഡിയോൻ്റെ. അതൊന്ന് നമ്മുടെ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.